ഓണക്കാലമല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് പായസം വെച്ച് നോക്കാം. ഓണമാകുമ്പോഴത്തേക്കൊന്ന് വെച്ച് നോക്കാനായിട്ട് ഞാനൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറുപയർ പരിപ്പാണിത്. ചെറുപയർ പരിപ്പ് കൊണ്ട് നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടൊരു പായസം ഉണ്ടാക്കി നോക്കാം. അതിൻ്റെ കൂടെ ചേർക്കുന്നത് ചവ്വരിയാണ്, പിന്നെ ശർക്കര, അതൊരു 250 മതിയാവും. മുന്തിരി ഒരു 100 ഗ്രാം ഉണക്കമുന്തിരി, അതോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പ് അതും ഒരു 100 ഗ്രാം മതിയാവും. അത് കഴിഞ്ഞ് ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഒരു അരക്കപ്പോളം തേങ്ങാക്കൊത്ത്. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, തേങ്ങാക്കൊത്ത് ചേർക്കുന്ന ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടത്തേ ഉള്ളൂ. അടുത്തത് നമ്മൾ പാല് ചേർക്കുന്നുണ്ടത്. തേങ്ങാപ്പാലാണെങ്കിൽ ഇത്രയും നല്ലത്, പശുവിൻ പാലാണെങ്കിലും കുഴപ്പമില്ല. ശർക്കര നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് ഉരുക്കിയെടുക്കാം. അതോടൊപ്പം ചവ്വരി ഒന്ന് വൃത്തിയായി കഴുകി വെള്ളത്തിലിട്ടൊന്ന് കുതിരാൻ വയ്ക്കാം. ഒരു അരമണിക്കൂർ കുതിർന്നോട്ട് അവിടെ ഇരുന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെറുപയർ പരിപ്പില്ലേ, അതൊരു 250 മതി. ഒരു കപ്പ് പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതും കഴുകി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതൊന്ന് പ്രത്യേകം വേവിച്ചെടുക്കുക. കാരണം ശർക്കരയിലൊക്കെ കിടന്നാൽ നന്നായിട്ട് വേവില്ല. അപ്പം നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ശർക്കര ഉരുക്കി ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക. ആദ്യമായിട്ടൊരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ മിൽമയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഏത് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു 2 സ്പൂൺ നെയ്യോളം അതിനകത്തേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കും. ഞാൻ വീഡിയോ എടുക്കുന്നതും ചെയ്യുന്നതും ഞാൻ തന്നെ ആയത് കാരണമാണ് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എടുക്കുന്നത്. കൊണ്ട് നെയ്യൊക്കെ അവിടെ നിലത്ത് പോവുകയൊക്കെ ചെയ്തു. ഇനിയിപ്പം ഇതിനകത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് മുന്തിരി ഇട്ട് കൊടുക്കുക. അതും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, കാരണം അതിനകത്തൊക്കെ അഴുക്ക് കാണാൻ സാധ്യതയുണ്ട്. അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നെയ്യിൽ കിടന്ന് മൂക്കുമ്പോൾ നല്ല ഉണ്ട പോലെ വരും. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കുക. ഒരു കയ്യിൽ മൊബൈൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ചിക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതും കോരി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ച് കൊടുക്കാം. പായസം വെന്ത് കഴിയുമ്പോൾ ഇത് അതിൻ്റെ പുറത്ത് തൂവി ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്നിച്ചിരുന്നാലും കുഴപ്പമില്ല, സെപ്പറേറ്റ് എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. എന്താണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് അരിയണം, 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് തേങ്ങാക്കൊത്ത് അടുത്തത് അതുപോലെ തന്നെ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പ്രാവശ്യം ഓണത്തിന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതും നമുക്ക് കോരി മാറ്റി ഇട്ട് വേണം അതിനകത്തേക്ക് ഓരോന്നൊഴിച്ച് നമുക്ക് ആ പായസം ഉണ്ടാക്കിയെടുക്കാൻ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൊള്ളാമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും പായസം വയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തേക്കുക. ഇത് ആ വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ പരിപ്പാണ്. അത് നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ചിക്കി യോജിപ്പിക്കുക. അതിനകത്തേക്ക് വീണ്ടും നമ്മൾ ആ കുതിർത്ത് വെച്ച ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കും. രണ്ടും കൂടെ ഒന്നിച്ച് കിടന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് വെന്തോട്ടെ. കാരണം ഒരെണ്ണം വെന്തതുമാണ്, ഇത് കുതിർന്നതുമാണ്. അപ്പോൾ ഒരുപാട് നേരം അതിന് വേണ്ടി വരുന്നില്ല. അതും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക.
എന്നിട്ട് ഒന്നിച്ച് അതിനെ ഒന്ന് യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. വളരെ എളുപ്പമാണെന്ന് ചെയ്ത് നോക്കണേ. പായസം അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇത്രയേ ഉള്ളൂ സംഗതി. ഇതിപ്പം രണ്ടുകൂടെ ഒന്നിച്ച് യോജിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ ഏലക്ക എടുത്ത് വെച്ച് ഏലക്ക ഉണ്ടല്ലോ, അത് പൊടിക്കാനൊന്നും പോയില്ല, നമ്മളങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ തൊലി കളയണം. തൊലിക്കകത്തൊക്കെ വളരെ രാസവസ്തുക്കളൊക്കെ കാണും. അവർ കേടാവാതിരിക്കാൻ ഓരോന്ന് അടിച്ചു വിടുന്നതാണ്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ ആ തോല് പൊളിച്ച് കളഞ്ഞിട്ട് കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ ഒന്ന് വെന്ത് മണം വരാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് പാല്, ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം അത് കുറേശ്ശെ ഇല്ലെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോവും. അതുകൊണ്ട് പറ്റുമെങ്കിൽ കാച്ചി നന്നായിട്ട് തണുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ പച്ചപ്പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കട്ട കെട്ടാത്ത രീതിയിൽ അനക്കി കൊടുക്കുക. അനക്കി എല്ലായിടവും ഒരുപോലെ ആകുന്ന സമയത്ത് നമുക്കിനി ബാക്കി സാധനങ്ങൾ പുറകെ ചേർത്ത് കൊടുക്കാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. 250 പയർ പരിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ 250 ഗ്രാം ശർക്കര, അതുപോലെ തന്നെ 5 ഏലയ്ക്ക, ഇത്രയൊക്കെ ഉള്ളൂ. 5 ഏലയ്ക്ക, അതുപോലെ ചേർക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി, തേങ്ങാക്കൊത്ത്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനെടുക്കാം. ഇച്ചിരി കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് ഞാനെല്ലാം ഒരു 100 ഗ്രാം വെച്ചാണ് അതെടുത്തത്. ഇനി നമുക്ക് ആ ശർക്കര പാനിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതും കുറേശ്ശെ ഒഴിച്ച് നമ്മളൊന്ന് അനക്കി കൊടുത്ത് എല്ലായിടവും എത്തുന്ന രീതിയിലാക്കിയിട്ട് വേണം ഒന്നടച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ ചെറിയ തീയിൽ, ഫ്ലെയിം കുറച്ച് തന്നെ ഇടണം. കാരണം പെട്ടെന്ന് കയറി അടിയിൽ പിടിക്കാതിരിക്കാൻ വളരെ കുറഞ്ഞ തീയിൽ വേണം ചെയ്യാൻ. അങ്ങനെ ഇനിയും ബാക്കിയുള്ള ശർക്കര നമുക്കങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇത് ഉരുക്കി അതിൻ്റെ അഴുക്കൊക്കെ മാറ്റി തെളിയിച്ച് വെച്ചതാണ്. അപ്പോൾ മണ്ണ് കടിക്കുകയോ കല്ല് കടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. കുടിക്കുമ്പോൾ വളരെ വിശ്വസിച്ച് കുടിക്കാം. ഇതാണല്ലോ നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ആഹാരവും പുറത്ത് പോയി കഴിക്കുന്ന ആഹാരത്തിനും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് കഴിക്കാനുള്ളത് നമ്മൾ ഇച്ചിരി കൂടെ വൃത്തിയായിട്ടല്ലേ ചെയ്യുക. എന്നതുപോലെ കല്ലും മണ്ണും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ച ശർക്കര അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ആ നെയ്യുടെ മണവും ഒക്കെ ഒന്ന് നല്ലപോലെ ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ ഒന്നിച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 സ്പൂണോളം കണക്കാക്കിയിട്ട്, അപ്പോൾ മൊത്തത്തിലൊരു 5 സ്പൂണെങ്കിലും നെയ്യ് ഞാനിതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ലേശം കൂടിയാലും കുഴപ്പമില്ല, ലേശം കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. ഇച്ചിരി കൂടെ ഒഴിക്കണമെന്ന് തോന്നുന്നെങ്കിൽ ഒഴിച്ചാൽ മതി. എങ്കിലും ഒരുപാടാവരുത്. ഒരു 5 സ്പൂണെന്ന് പറഞ്ഞെടുത്ത് ഒരു 6 സ്പൂണായാലും തെറ്റില്ല, 4 ആയാലും തെറ്റില്ല. അപ്പോൾ ആ ഒരു കണക്കിന് ചെയ്യുക. ഞാൻ എൻ്റെ അളവുകൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളത് നോക്കി ചെയ്താൽ മതി. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ആ തേങ്ങാക്കൊത്തുമൊക്കെ അതിനകത്തേക്ക് വിതറി കൊടുക്കുക. ഇതോടെ പാചകം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഉരുളിപ്പരുവം പോലെ ഇച്ചിരി നേരം അടച്ച് വെച്ച് ആ ചൂടൊക്കെ ഒന്ന് മാറുമ്പം സെർവ് ചെയ്യാം. വറുത്ത് കോരിയ സാധനം കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാനാണ്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല മണവും നല്ല സ്വാദുമാണ്. ഞാൻ ഇടയ്ക്കൊന്ന് കയ്യിൽ ഇച്ചിരി ഒഴിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ് പായസത്തിന്.
നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണേ പ്ലീസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു പായസവുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. ഓണക്കാലമായതുകൊണ്ട് കുറേ പായസങ്ങൾ തന്നെ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് കരുതുന്നു. നേരത്തെ ഞാനൊരു പായസം ചെയ്യുകയുണ്ടായി, മുതിരയുടേതാണ്. അത് കണ്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് അതിന് കമൻറ്റ് പറഞ്ഞു. ഒന്ന് ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.